സ്വാതന്ത്ര്യദിന ക്വിസ് 100 ചോദ്യങ്ങളും ഉത്തരങ്ങളും. നമ്മുടെ വിദ്യാർത്ഥികൾ നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട 100 ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഈ ഒരു വീഡിയോ ഉൾക്കൊള്ളുന്നത്. LP, UP, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി തലങ്ങളിൽ പഠിക്കുന്ന മുഴുവൻ വിദ്യാർത്ഥികൾക്കും ഈ വീഡിയോ ഏറെ ഫലപ്രദമാണ്. മിക്ക ക്വിസ് പ്രോഗ്രാമുകൾക്കും ഈ ഒരു 100 ചോദ്യങ്ങളിൽ നിന്നാണ് ഉണ്ടാകാറുള്ളത് എന്നുകൂടെ തുടക്കത്തിൽ ഉണർത്തുകയാണ്. നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ സ്ഥാപിച്ചത് ആരാണ്? ചന്ദ്രശേഖർ ആസാദ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായ ഒരേ ഒരു മലയാളി ആരാണ്? ചേറ്റൂർ ശങ്കരൻ നായർ, C. ശങ്കരൻ നായർ എന്നും അറിയപ്പെടുന്നു. ബംഗാൾ വിഭജനം റദ്ദു ചെയ്തത് ആരാണ്? ഹാർഡിഞ്ച് പ്രഭു. 1911 റദ്ദ് ചെയ്യുന്നത്. 1905 ബംഗാൾ വിഭജനം നടക്കുന്നത്. വിദേശ ശക്തികൾക്കെതിരായി കേരളത്തിൽ നടന്ന ആദ്യ കലാപം ഏതാണ്? ആറ്റിങ്ങൽ കലാപം. മലബാർ ലഹള നടന്ന വർഷം 1921. കുണ്ടറ വിളംബരം പുറപ്പെടുവിച്ച ദിവാൻ ആരാണ്? വേലുത്തമ്പി ദളവ. ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് കാൺപൂരിൽ നേതൃത്വം നൽകിയത് ആരാണ്? നാനാ സാഹിബ്. ഇന്ത്യ സ്വാതന്ത്ര്യം നേടുന്നു എന്ന കൃതി ആരുടേതാണ്? മൗലാന അബുൽ കലാം ആസാദ്. ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്നത് ആരാണ്? സർദാർ വല്ലഭായ് പട്ടേൽ. ബർദോളി സത്യാഗ്രഹം നയിച്ചത് ആരാണ്? സർദാർ വല്ലഭായ് പട്ടേൽ. ദത്തവകാശ നിരോധന നിയമം നടപ്പിലാക്കിയത് ആരാണ്? ഡൽഹൌസി പ്രഭു. ബംഗാളിൽ ഏഷ്യാറ്റിക് സൊസൈറ്റി സ്ഥാപിച്ചത് ആരാണ്? വില്യം ജോൺസ്. ഏത് സംഭവത്തെ തുടർന്നാണ് ഇന്ത്യയിൽ സ്വദേശി പ്രസ്ഥാനത്തിന് തുടക്കമായത്? ബംഗാൾ വിഭജനം. സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ്, അത് ഞാൻ നേടുക തന്നെ ചെയ്യും. ഇത് ആരുടെ വാക്കുകളാണ്? ബാലഗംഗാധര തിലക്. മലബാർ ലഹളയോടനുബന്ധിച്ച് നടന്ന മറ്റൊരു ദാരുണ സംഭവം ഏതാണ്? വാഗൺ ട്രാജഡി. സ്വാതന്ത്ര്യത്തിനു മുമ്പുള്ള സ്വാതന്ത്ര്യദിനാഘോഷം എന്ന് വിളിക്കുന്നത് ഏത് ദിവസത്തെ സംഭവമാണ്? 1930 ജനുവരി 26 കോൺഗ്രസ് പ്രഖ്യാപിച്ച പൂർണ്ണ സ്വരാജ്. പ്ലാസി യുദ്ധ സമയത്ത് ബംഗാൾ നവാബ് ആരായിരുന്നു? സിറാജുദ്ദൗള. ദണ്ഡിയാത്രയെ അന്നത്തെ വൈസ്രോയായ ഇർവിൻ പ്രഭു വിശേഷിപ്പിച്ചത് എങ്ങനെയാണ്? ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ്. ഇന്ത്യ ഇൻഡിപെൻഡൻറ്റ് ആക്ട് പാസാക്കിയത് എന്നാണ്? 1947 ജൂലൈ 18 ഇന്ത്യൻ ഇൻഡിപെൻഡൻറ്റ് ആക്ട് പാസാക്കുന്നത്. ഇന്ത്യയിൽ ആദ്യമായി കടൽമാർഗം എത്തിയ വിദേശ ശക്തികൾ ആരാണ്? പോർച്ചുഗീസുകാർ. ഇന്ത്യയിൽ അവസാനമെത്തിയ വിദേശ ശക്തികൾ ആരാണ്? ഫ്രഞ്ചുകാർ. യൂറോപ്യന്മാർ ഇന്ത്യയിലേക്ക് വന്നത് കച്ചവട ആവശ്യത്തിനായിരുന്നു. ബ്രിട്ടീഷുകാർ കച്ചവട ആവശ്യത്തിനായി ഇന്ത്യയിൽ സ്ഥാപിച്ച കമ്പനി ഏതാണ്? ഈസ്റ്റ് ഇന്ത്യ കമ്പനി. 1757 ഒരു യുദ്ധം നടന്നു. ഇന്ത്യയിലെ ഒരു നാട്ടുരാജാവും ബ്രിട്ടീഷുകാരും തമ്മിലായിരുന്നു ആ യുദ്ധം. ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറ പാകിയ ഈ യുദ്ധത്തിൻ്റെ പേരെന്താണ്? പ്ലാസി യുദ്ധം. 1857 യുദ്ധത്തിൻ്റെ ഒന്നാം സ്വാതന്ത്ര്യ സമരം, അതിൻ്റെ പ്രാധാന്യം കുറച്ചു കാട്ടുവാനായി ബ്രിട്ടീഷുകാർ നൽകിയ പേരെന്താണ്? ശിപ്പായി ലഹള. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം കൊടുത്തത് ആരാണ്? ഒരാളുടെ പേര് പറയുക. ബഹദൂർ ഷാ, ഝാൻസി റാണി. 1885 ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാൻ A.O. ഹ്യൂം എന്ന ബ്രിട്ടീഷുകാരൻ സ്ഥാപിച്ച സംഘടന ഏതാണ്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ശ്രദ്ധിക്കുക, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിക്കുന്നത് ഒരു ബ്രിട്ടീഷുകാരനാണ്, A.O. ഹ്യൂം. ദക്ഷിണാഫ്രിക്കയിലെ ന്യൂനപക്ഷമായ കറുത്ത വർഗ്ഗക്കാരെ വെളുത്ത വർഗ്ഗക്കാർ അകറ്റി നിർത്തി. ഈ വിവേചനത്തിന് പറയുന്ന പേരെന്താണ്? വർണ്ണ വിവേചനം. ഈ ഒരു വിവേചനത്തിൻ്റെ ഇര കൂടിയാണ് മഹാത്മാഗാന്ധി.
സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ്, ഞാനത് നേടുക തന്നെ ചെയ്യും. ഇങ്ങനെ പറഞ്ഞ സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ്? ബാലഗംഗാധര തിലക്. ഗാന്ധിജി തൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കുവാൻ പത്രങ്ങൾ ആരംഭിച്ചിരുന്നു. ഏതെങ്കിലും ഒരു പത്രത്തിൻ്റെ പേര് പറയാമോ? യങ് ഇന്ത്യ, ഇന്ത്യൻ ഒപ്പീനിയൻ, ഇതൊക്കെ ഗാന്ധിജിയുടെ പത്രങ്ങളാണ്. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന ആദ്യ നിയമലംഘന സമരമായിരുന്നു ഉപ്പു സത്യാഗ്രഹം. ഉപ്പു സത്യാഗ്രഹം നടന്ന സ്ഥലം എവിടെയായിരുന്നു? ദണ്ഡി കടപ്പുറം, ഗുജറാത്തിലെ ദണ്ഡി കടപ്പുറം. 1919 ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് ബ്രിട്ടീഷ് സർക്കാർ നൽകിയ സർ പദവി ഉപേക്ഷിച്ച ഇന്ത്യൻ കവി ആരാണ്? രവീന്ദ്രനാഥ ടാഗോർ. സുഭാഷ് ചന്ദ്രബോസ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ നിന്നും രാജിവെച്ച് പുതുതായി ഉണ്ടാക്കിയ സംഘടന ഏതാണ്? ഫോർവേഡ് ബ്ലോക്ക്. മലബാർ ലഹളയോടനുബന്ധിച്ച് മലബാറിൽ നടന്ന ഒരു ദാരുണ സംഭവം എന്താണ്? വാഗൺ ട്രാജഡി. ബ്രിട്ടീഷുകാരുടെ നികുതി നയത്തിനെതിരെ പട നയിച്ച തിരുവിതാംകൂറിലെ ദിവാൻ ആരായിരുന്നു? വേലുത്തമ്പി ദളവ. സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ക്ലൈമാക്സ് എന്ന പേരിൽ അറിയപ്പെടുന്ന സമരം ഏത്? ക്വിറ്റ് ഇന്ത്യ സമരം. ക്വിറ്റ് ഇന്ത്യ സമര നായിക എന്നറിയപ്പെടുന്നത് ആരാണ്? അരുണ ആസിഫ് അലി. ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയ മലബാറിലെ രാജാവ് ആരാണ്? പഴശ്ശി രാജ. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്നത് എവിടെ വെച്ചാണ്? ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്നത് എവിടെ വെച്ചാണ്? പഞ്ചാബിലെ അമൃത്സർ, 1919 ഏപ്രിൽ 13. ആരാണ് ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ സ്ഥാപിച്ചത്? ചന്ദ്രശേഖർ ആസാദ്, 1921. സാരേ ജഹാം സെ അച്ഛ എന്ന ദേശഭക്തി ഗാനം രചിച്ചത് ആരാണ്? അല്ലാമ മുഹമ്മദ് ഇക്ബാൽ. ലാൽ ബാൽ പാൽ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന നേതാക്കൾ ആരൊക്കെ? ലാലാ ലജ്പത് റായ്, ബാലഗംഗാധര തിലക്, ബിപിൻ ചന്ദ്രപാൽ. ജനഗണമന ആദ്യമായി പാടിയത് എന്നാണ്? 1911 ഡിസംബർ 27 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കൽക്കട്ട സമ്മേളനത്തിൽ വെച്ച്. കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്തത് ആരാണ്? കെ കേളപ്പൻ. നിങ്ങൾ എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം, ഇങ്ങനെ പറഞ്ഞത് ആരാണ്? സുഭാഷ് ചന്ദ്രബോസ്. ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറയിട്ട യുദ്ധം ഏതാണ്? പ്ലാസി യുദ്ധം. ഗാന്ധിജിയും അനുയായികളും ചേർന്ന് ദണ്ഡി യാത്ര ആരംഭിച്ചത് എവിടെ നിന്നാണ്? ഗുജറാത്തിലെ ഗാന്ധിജിയുടെ ആശ്രമമായ സബർമതി ആശ്രമത്തിൽ നിന്ന്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത് എന്നാണ്? 1947 ആഗസ്റ്റ് 15. നമ്മുടെ ദേശീയ ഗാനം ഏതാണ്? ജനഗണമന എന്ന് തുടങ്ങുന്ന ഗാനം. നമ്മുടെ ദേശീയ ഗീതം ഏതാണ്? വന്ദേ മാതരം എന്ന് തുടങ്ങുന്ന ഗീതം. ജനഗണമന എഴുതിയത് ആരാണ്? രവീന്ദ്രനാഥ ടാഗോർ. ജനഗണമന ആലപിക്കാൻ എടുക്കുന്ന സമയം എത്രയാണ്? 52 സെക്കൻഡ്. ഇന്ത്യയുടെ ആദ്യത്തെ രാഷ്ട്രപതി ആരാണ്? ഡോക്ടർ എസ് രാജേന്ദ്ര പ്രസാദ്. ഇന്ത്യയുടെ ഇപ്പോഴത്തെ രാഷ്ട്രപതി ആരാണ്? രാംനാഥ് കോവിന്ദ്. ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ആരാണ്? ജവഹർലാൽ നെഹ്റു. ഇന്ത്യയുടെ ഇപ്പോഴത്തെ പ്രധാനമന്ത്രി ആരാണ്? നരേന്ദ്ര മോദി. നമ്മുടെ രാഷ്ട്രപിതാവ് ആരാണ്? മഹാത്മാ ഗാന്ധി. വന്ദേ മാതരം രചിച്ചത് ആരാണ്? ബങ്കിം ചന്ദ്ര ചാറ്റർജി. ഗാന്ധിജിയുടെ മുഴുവൻ പേരെന്താണ്? മോഹൻദാസ് കരംചന്ദ് ഗാന്ധി, MK ഗാന്ധി എന്നറിയപ്പെടുന്നു. നമ്മുടെ ദേശീയ പതാകയ്ക്ക് പറയുന്ന പേരെന്താണ്? ത്രിവർണ പതാക. നമ്മുടെ ദേശീയ പ്രതിജ്ഞ എഴുതിയത് ആരാണ്?
ഇന്ത്യ എൻ്റെ രാജ്യമാണ് എന്ന് തുടങ്ങുന്ന ദേശീയ പ്രതിജ്ഞ എഴുതിയത് ആരാണ്? സുബ്ബറാവു. ലോക അഹിംസാ ദിനം എന്നാണ്? ഒക്ടോബർ 2. ഗാന്ധിജിയുടെ ജന്മദിനമായ ഒക്ടോബർ 2. ഇന്ത്യയുടെ ദേശീയ ചിഹ്നം ഏതാണ്? അശോക സ്തംഭം. ഇന്ത്യയുടെ ദേശീയ കലണ്ടർ ഏതാണ്? ശകവർഷ കലണ്ടർ. ഗാന്ധിജി ജനിച്ചത് എവിടെയാണ്? ഗുജറാത്തിലെ പോർബന്ദർ എന്ന സ്ഥലത്താണ് ഗാന്ധിജി ജനിച്ചത്. ഒന്നാം സ്വാതന്ത്ര്യ സമരം ആരംഭിച്ചത് എവിടെയാണ്? ഉത്തർപ്രദേശിലെ മീററ്റ് എന്ന സ്ഥലത്താണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിതമായത് എന്നാണ്? 1885 ഡിസംബർ 28. ഒന്നാം സ്വാതന്ത്ര്യ സമരം അറിയപ്പെടുന്നത് എങ്ങനെയാണ്? ശിപ്പായി ലഹള എന്നും അതിന് പേരുണ്ട്. ലാൽ, ബാൽ, പാൽ ഇവർ ആരെല്ലാം? ലാലാ ലജ്പത് റായ്, ബിപിൻ ചന്ദ്രപാൽ, ബാലഗംഗാധര തിലക്. കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? കെ കേളപ്പൻ. വാഗൺ ട്രാജഡി നടന്നത് എപ്പോഴാണ്? 1921 നവംബർ 10. ദണ്ഡി യാത്ര ആരംഭിച്ചത് എവിടെ നിന്നാണ്? ഗുജറാത്തിലെ സബർമതി ആശ്രമത്തിൽ നിന്ന്. ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു ആരാണ്? ഗോപാലകൃഷ്ണ ഗോഖലെ. മഹാത്മാഗാന്ധി ദക്ഷിണാഫ്രിക്കയിൽ നിന്നും ഇന്ത്യയിലെത്തി സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം നൽകുന്നതിന് മുമ്പ് ഇന്ത്യ രാജ്യം ഒന്ന് ചുറ്റിക്കാണാൻ വേണ്ടി ആവശ്യപ്പെട്ട ഗുരുജിയാണ് ഗോപാലകൃഷ്ണ ഗോഖലെ. ജനഗണമനയുടെ ഈണം ചിട്ടപ്പെടുത്തിയത് ആരാണ്? ഹെർബൻ മ്യൂറിൻ. ക്വിറ്റ് ഇന്ത്യ ദിനം എന്നാണ്? ആഗസ്റ്റ് 9. 1942 ആഗസ്റ്റ് 9. കോൺഗ്രസ് ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കുന്നത് ഓഗസ്റ്റ് 8. ക്വിറ്റ് ഇന്ത്യ സമരം നടന്ന വർഷം 1942. ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് ഗാന്ധിജി നൽകിയ ആഹ്വാനം ഡു ഓർ ഡൈ അഥവാ പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക. വരിക വരിക സഹചരെ എന്ന ഗാനം രചിച്ചത് ആരാണ്? അംശി നാരായണപിള്ള. റൗലറ്റ് ആക്ട് പാസാക്കിയ വർഷം എപ്പോഴാണ്? 1919. ഈ ഒരു ആക്റ്റാണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിലേക്ക് നയിച്ചത്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരായിരുന്നു? ക്ലെമന്റ് ആറ്റ്ലി. ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയ മലബാറിലെ രാജാവ് ആരാണ്? കോട്ടയം കേരളവർമ്മ പഴശ്ശിരാജ. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്ന അമൃതസർ ഏത് സംസ്ഥാനത്താണ്? പഞ്ചാബിൽ. വിപ്ലവ പ്രവർത്തനങ്ങൾ നടത്തുകയും പിന്നീട് സന്യാസിയാവുകയും ചെയ്ത സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ്? അരബിന്ദ ഘോഷ്. ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ്? സരോജിനി നായിഡു. ഉപ്പ് നിയമലംഘനവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി നടത്തിയ യാത്രയുടെ പേരെന്താണ്? ദണ്ഡി യാത്ര. ഇന്ത്യൻ സാമൂഹ്യ വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ജ്യോതിറാവു ഫൂലെ. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലക്ക് നേതൃത്വം നൽകിയ ബ്രിട്ടീഷ് മേധാവി ആരാണ്? ജനറൽ ഡയർ എന്ന സൈനിക മേധാവി. ബംഗാൾ വിഭജനം നടന്ന വർഷം 1905. ജയ് ഹിന്ദ് ആരുടെ മുദ്രാവാക്യമാണ്? സുഭാഷ് ചന്ദ്രബോസ്. ഗാന്ധിജി ഇന്ത്യയിൽ നയിച്ച ആദ്യത്തെ സത്യാഗ്രഹം ഏതാണ്? 1917 ബീഹാറിൽ വെച്ച് നടത്തിയ ചമ്പാരൻ സമരം. ഇതോടുകൂടെ ക്വിസ് പ്രോഗ്രാം ഇവിടെ അവസാനിക്കുന്നു. ഈ ക്വിസ് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ കമൻറ്റുകൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സ്കൂൾ വ്ലോഗിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം പറഞ്ഞുകൊണ്ടും ഈ വോയിസ് കേട്ടതിന് നന്ദി അറിയിച്ചുകൊണ്ടും നിർത്തുന്നു. താങ്ക് യു എവരിബഡി.